സെലിബ്രിറ്റി പത്രം വായിക്കാറില്ലേ? പ്രത്യേക പരിഗണന നൽകാനാവില്ല. VM വിനുവിന് തിരിച്ചടി. ഹർജി ഹൈക്കോടതി തള്ളി. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കാനൊരുങ്ങിയ UDF സ്ഥാനാർത്ഥിയും സംവിധായകനുമായ VM വിനുവിന് തിരിച്ചടി. സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണനയില്ല. സെലിബ്രിറ്റിക്കും സാധാരണ ജനങ്ങൾക്കും രാജ്യത്ത് ഒരേ പരിഗണന മാത്രമേ ഉള്ളൂവെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. പട്ടികയിൽ പേരില്ലാത്തതിനെതിരെയുള്ള VM വിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. താങ്കൾ ഈ രാജ്യത്തെ പൗരനല്ലേ എന്ന് കോടതി ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതും അതിന്മേൽ എതിർപ്പുകളുണ്ടെങ്കിൽ അറിയിക്കാൻ മാധ്യമങ്ങളിലൂടെയും മറ്റും അറിയിക്കുകയും ചെയ്തത് അറിഞ്ഞില്ലേ? സെലിബ്രിറ്റി പത്രം വായിക്കാറില്ലേ എന്നും കോടതി ചോദിച്ചു. സെലിബ്രിറ്റി ആയതുകൊണ്ട് അനുകൂല ഉത്തരവ് നൽകാനാകില്ല. നിങ്ങളുടെ കഴിവുകേടിന് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തരുതെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് VM വിനുവിനെ കോൺഗ്രസ് മത്സരിപ്പിക്കാൻ ഒരുങ്ങിയത്. എന്നാൽ വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് വിനുവിന്റെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായത്. വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് VM വിനു ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. സെലിബ്രിറ്റി ആയതിനാൽ താൻ വിജയിക്കുമെന്നത് കണക്കിലെടുത്ത് ഭരണപക്ഷം തന്റെ പേര് ഒഴിവാക്കുകയായിരുന്നുവെന്നാണ് വിനു കോടതിയിൽ അഭിപ്രായപ്പെട്ടത്. ഇതിനാണ് നിങ്ങളുടെ കഴിവുകേടിന് മറ്റുള്ളവരെ പഴിചാരരുതെന്ന് കോടതി പറഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ആ കേസിൽ കോടതി ഇടപെട്ടത്. മുട്ടട കേസുമായി ഈ കേസിനെ താരതമ്യം ചെയ്യേണ്ടതില്ലെന്നും കോടതി പറഞ്ഞു. കരട് വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്തതിനാൽ കോടതിക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. VM വിനുവിനെ കല്ലായി ഡിവിഷനിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത്. ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഹർജി തള്ളിയതോടെ വിനുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെയാണ് VM വിനു ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. 2020-21 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നുവെന്നായിരുന്നു VM വിനു വാദിച്ചിരുന്നത്. രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്തതിനാൽ വോട്ടർ പട്ടിക പരിശോധിച്ചില്ലെന്നും പാർട്ടി സമീപിച്ചപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും വിനു ഹൈക്കോടതിയിൽ പറഞ്ഞു. നോമിനേഷൻ നൽകാൻ തയ്യാറായപ്പോഴാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായത്. ഉടൻ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ സമീപിച്ചു. എന്നാൽ ഒന്നും ചെയ്യാനാവില്ല എന്നായിരുന്നു മറുപടി. ജില്ലാ കളക്ടർക്കും അപ്പീൽ നൽകിയെങ്കിലും ഇതുവരെ തീരുമാനമെടുത്തില്ല. നോട്ടീസ് നൽകാതെയും തന്നെ കേൾക്കാതെയുമാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ഇത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും VM വിനു ചൂണ്ടിക്കാട്ടിയിരുന്നു. വിനു കല്ലായി ഡിവിഷനിൽ നിന്ന് വോട്ട് തേടി പ്രചരണം തുടങ്ങിയിരുന്നു. എന്നാൽ പുതിയ പട്ടികയിലാണ് വിനുവിന് വോട്ടില്ലെന്ന വിവരം പുറത്തു വന്നത്. LDF ഭരിക്കുന്ന കോർപ്പറേഷന്റെ ഭരണം ഇത്തവണ VM വിനുവിനെ അടക്കം രംഗത്തിറക്കി തിരിച്ചുപിടിക്കാനായിരുന്നു UDFന്റെ നീക്കം. എന്നാൽ ഇതിന് തിരിച്ചടിയാകുന്നതായിരുന്നു വിനുവിന് വോട്ടില്ലെന്ന വിവരം. എന്നാൽ താൻ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും വോട്ട് നീക്കം ചെയ്തതാണ് എന്നതുമാണ് വിനുവിന്റെ വാദം. 2020 പട്ടികയിൽ വിനുവിന്റെ പേരില്ലെന്ന വിവരവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു.